നരേന്ദ്ര, നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ചെയ്യുന്നത് ഗംഭീരമായ ജോലിയാണ്. മോദിയുടെ പിറന്നാളിൽ ട്രംപിൻ്റെ ഒലിപ്പീരാണിത്. ഇത് കുറേ കണ്ടതാണ്. അടുത്തത് പോരട്ടെ എന്ന് മോദി തിരിച്ചൊരു സുഖിപ്പിക്കൽ മെസ്സേജ് എപ്പോഴും നൽകും പോലെ അങ്ങ് നൽകി. എന്നാൽ മോദിയുടെ ഈ പിറന്നാൾ നയതന്ത്രത്തിൽ ഇന്ത്യ-US ബന്ധത്തിൽ മഞ്ഞുരുകുമെന്നുള്ള സൂചനയാണ് വരുന്നത്. എന്നാൽ ഈ സുഖിപ്പിക്കലൊക്കെ കാര്യസാധ്യത്തിനാണ്. പിറന്നാൾ ദിന സന്ദേശം ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നു. അദ്ദേഹം ഗംഭീരമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്ര, റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ട്രംപിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു. അതിന് തക്ക മറുപടിയായി ഇങ്ങനെയാണ് ആ കുറിപ്പ്. ഇന്ത്യയും US തമ്മിലുള്ള സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തത്തെ പുതിയ ഉയരത്തിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും മോദി പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപ്, നിങ്ങളുടെ ഫോൺ കോളിനും ജന്മദിന ആശംസകൾക്കും നന്ദി. ഇങ്ങനെയായിരുന്നു ആ ഒരു കുറിപ്പ്. നിങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയും US തമ്മിലുള്ള സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തത്തെ പുതിയ ഉയരത്തിലെത്തിക്കാൻ ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണ്. യുക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കാണാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഇത്തരത്തിലാണ് മോദി മറുപടി നൽകിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി US ചുമത്തിയ അധിക തീരുവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. ഏതായാലും നിലവിൽ നടന്ന ഇന്ത്യ-US വ്യാപാര ചർച്ചയിൽ എല്ലാം ശുഭകരം എന്നായിരുന്നു ഇരു വിഭാഗത്തിൻ്റെയും പ്രതികരണം. ഇതിനു പിന്നാലെയാണ് മോദിയുമായുള്ള ട്രംപിൻ്റെ ടെലിഫോൺ സംഭാഷണം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. US ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയ ശേഷം ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളും മുഖാമുഖം ചർച്ച ചെയ്യുന്നത്. ഓഗസ്റ്റ് അവസാനം നടക്കേണ്ടിയിരുന്ന ചർച്ചയാണ് തീരുവയിൽ ഉടക്കി വൈകിയത്. വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിക്കും ട്രംപിനും ഇടയിൽ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. തന്ത്രപ്രധാന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിജ്ഞാബദ്ധമെന്നും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന നീക്കത്തെ പിന്തുണയ്ക്കുന്നു എന്നും മോദി സംഭാഷണത്തിനു ശേഷം അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും വ്യാപാര കരാറിൻ്റെയും പേരിൽ ഇടിഞ്ഞ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സംഭാഷണം ഇടയാക്കും. വ്യാപാര കരാറിൽ US വാണിജ്യ പ്രതിനിധി ദില്ലിയിൽ എത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് മോദിയെ വിളിച്ചതും. അതേസമയം നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാളാണ്. മോദിയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച 75 ഡ്രോണുകൾ വിന്യസിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. മോദിയുടെ ജന്മദിനമായ ഇന്ന് ഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിലാണ് ഡ്രോണുകൾ വിന്യസിക്കുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ 75 പ്രത്യേക ഡ്രോണുകളാണ് വികസിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 17-ന് ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നിന്ന് അവ പറന്നുയരും. ഈ ഡ്രോണുകൾ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുമെന്നും ഓരോ ജില്ലയ്ക്കും 5 ഡ്രോണുകൾ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ വനിതാ കോൺസ്റ്റബിൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് 75 പദ്ധതികളും പരിപാടികളുമാണ് ഡൽഹി സർക്കാർ ലക്ഷ്യമിടുന്നത്. മോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് 2 ആഴ്ച വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും BJPയും ഇന്ന് തുടക്കമിടും. പിറന്നാൾ ദിനത്തിൽ പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യ PM മിത്ര ടെക്സ്റ്റൈൽ പാർക്കിന് തറക്കല്ലിടും. മോദിയുടെ പിറന്നാളിന്റെ ഭാഗമായി BJP നേതൃത്വത്തിൽ ഇന്നു മുതൽ 2 ആഴ്ച രാജ്യമെമ്പാടും സേവനവാരം ആചരിക്കും. മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. രക്തദാന ആരോഗ്യ ക്യാമ്പുകൾ, ശുചിത്വ ദൗത്യങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം, പ്രദർശനങ്ങൾ, സംഭാഷണ പരിപാടികൾ, വികലാംഗർക്കുള്ള ഉപകരണ വിതരണം, മോദി വികാസ് മാരത്തൺ, കായികമേളകൾ, ചിത്രരചനാ മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കും. അതേസമയം 75 വയസ്സായതോടെ പ്രായപരിധി ചട്ടവും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കൾക്ക് 75 വയസ്സ് പൂർത്തിയായപ്പോൾ വിശ്രമ ജീവിതം നിർദ്ദേശിച്ച ആ ഒരു ചട്ടം മോദി സ്വയം നടപ്പാക്കുമോ എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ്.
മോദിക്ക് പാർട്ടി ഇളവ് നൽകുമോ എന്നും 2029 പൊതു തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുമോ എന്നുമുള്ള സ്ഥിരീകരണത്തിനും അത് വഴി തുറക്കാം. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും മോദി നയിക്കണമെന്നാണ് പൊതുവികാരമെന്നും പാർട്ടിയിലുണ്ട്.